ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ അൽഖോബാറിലാണ്. അൽഖോബാറിലെ പ്രിൻസ് തുർക്കി സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഖോബാറിൻ്റെ ഈ ഭാഗത്തെ നിർമ്മിതികളെല്ലാം ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചവയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളായാലും ഹോട്ടലുകളായാലും മറ്റു പല സ്ഥാപനങ്ങളായാലും എല്ലാം ഈ അടുത്ത കാലത്ത് ഇവിടെ നിർമ്മിച്ചതാണ്. ഖോബാറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, സൗദി അറേബ്യയിൽ എണ്ണയുടെ ശേഖരം കണ്ടെത്തുന്നതിന് മുമ്പ് ഖോബാർ എന്നത് ചെറിയൊരു ഗ്രാമമായിരുന്നു. ദവാസിർ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഏക ജീവിതമാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം മാത്രമായിരുന്നു. അതായത് ഖോബാറിന് കടൽ തീരമുള്ളതുകൊണ്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ഏർപ്പെട്ടായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കാലങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ എണ്ണയുടെ ശേഖരം കണ്ടെത്തുകയും ഖോബാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എണ്ണ ഖനനം ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് ഖോബാറിൻ്റെ വികസനം തുടങ്ങുന്നത്. ഖോബാറിനോട് ചേർന്ന് കിടക്കുന്ന സൗദിയുടെ അയൽ രാജ്യമായ ബഹ്റൈനിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനും മറ്റും വേണ്ടി ഒരു തുറമുഖം വേണമെന്ന ആവശ്യം വരികയും അതിവിടുത്തെ ഭരണകൂടം ഖോബാർ എന്ന ചെറുഗ്രാമത്തിൽ തുറമുഖം നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അവിടെ തൊട്ടാണ് ശരിക്കും ഖോബാറിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. തുറമുഖം വന്നതോടുകൂടി വ്യാവസായികമായി ഖോബാർ ഒരുപാട് വളർന്നു. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് വിദേശികൾ ഇവിടെ തൊഴിൽ തേടി ഖോബാറിലേക്ക് വന്നു. ഖോബാർ എന്ന ഗ്രാമം പതിയെ പതിയെ വലിയൊരു നഗരമായി, ഇന്ന് കാണുന്ന വലിയൊരു നഗരമായി വളർന്നു. അതാണ് ചുരുക്കി പറഞ്ഞ ഖോബാറിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇന്ന് സൗദി അറേബ്യയിലെ മറ്റേത് നഗരത്തെക്കാളും സമ്പന്നതയുടെ കാര്യത്തിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് ഖോബാറിൻ്റെ സ്ഥാനം. 2030 മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു ടൂറിസം ഹബ്ബായിട്ട് മാറുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ സൗദി അറേബ്യ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സൗദിയിലുടനീളം ടൂറിസം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഖോബാറിൻ്റെ കടൽ തീരത്ത്, കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കടൽ തീരത്ത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഖോബാറിൻ്റെ കടൽ തീരങ്ങളിൽ പുതിയ കുറേ ഷോപ്പിംഗ് സമുച്ചയങ്ങൾ, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെയാണ് ഇപ്പോൾ ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പുതിയ നഗരം സൃഷ്ടിക്കുക എന്ന് പറയില്ല, ആ രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ബിൽഡിങ്ങുകളും പഴയ നിർമ്മിതികളെല്ലാം പാടെ ഒഴിവാക്കി പുതിയ രീതിയിലുള്ള മോഡേൺ ആർക്കിടെക്ചർ ശൈലിയിലുള്ള ബിൽഡിങ്ങുകളും നിർമ്മിതികളൊക്കെയാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. അത് കൂടുതലും തദ്ദേശീയർക്ക് തന്നെയാണ് ഉപകാരമാവുക, അതുപോലെ പിന്നെ വിദേശികൾക്കുണ്ട്. പക്ഷെ കൂടുതലും ഇവിടെ തദ്ദേശികൾക്കാണ് ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ സൗദിയിൽ വരുന്ന വിദേശികളുടെ എണ്ണം താരതമ്യേന വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവർ കൂടുതലായിട്ട് ടൂറിസം ഫോക്കസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ മറ്റുള്ള ലോകത്തിലെ പല വലിയ കമ്പനികൾ, വമ്പൻ കമ്പനികളും അവരുടെ ആസ്ഥാനം സൗദി അറേബ്യയിലേക്ക് മാറ്റുന്നുണ്ട്. ദുബായിലേക്ക് മാറ്റുന്ന പോലെ സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ അവരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ വളർച്ച ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഖോബാറിൻ്റെ പുതിയ ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ റോഡുകളായാലും ബിൽഡിങ്ങുകളായാലും എല്ലാം ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ഈ കാണുന്നതൊക്കെ ഖോബാറിൻ്റെ ഡൗൺ ടൗൺ ഏരിയയാണ്. അതായത് പുതിയ ഖോബാറിൻ്റെ ഡൗൺ ടൗൺ ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ പുറകിലൊക്കെ ഖോബാറിൻ്റെ കടലാണ്. അവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ഭാഗത്തൊക്കെ പല കമ്പനികളുടെയും ഓഫീസ് സമുച്ചയങ്ങളും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെയാണ്. പിന്നെ താഴെയുള്ള ഏരിയയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. റെസ്റ്റോറൻറ്റുകൾ, കഫേ, അതൊക്കെയാണ് കോബാറിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇത് കോബാറിലെ പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഇതിനകത്തും നിറയെ റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ കോഫി ഷോപ്പുകൾ, ഇതൊക്കെയാണ്. ലോക്കൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിലുള്ള ഒരുവിധം എല്ലാ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സുകളും ഇവിടെ ഉണ്ട്. ഒരു പ്രീമിയം ഷോപ്പിംഗ് സമുച്ചയമാണിത്. ഈ കോബാറിൽ ഇങ്ങനെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഏരിയക്കകത്ത് ഇതുപോലുള്ള ഓരോ ഷോപ്പിംഗ് സമുച്ചയങ്ങളുണ്ട്. ഇപ്പോൾ ഇത് കോർണിഷ് പാർക്ക് എന്ന് പറയപ്പെടുന്നൊരു സമുച്ചയമാണ്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്. ഇതിപ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. നേരെ മുമ്പിൽ കാണുന്ന ആ ഒരു കോംപ്ലക്സിലും അതും ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ കോഫി ഷോപ്പാണ്. ഇവിടെ വളരെ നന്നായിട്ടൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ തികച്ചും മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുണ്ട് ലൂമി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണത്. അതിന് തൊട്ടപ്പുറത്ത് ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കാണുന്നതാണ് കോയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. Come on.